നമുക്ക് കിട്ടുന്ന ചെറിയ അയില കൊണ്ട് നമുക്കൊരു ഡിഷ് തയ്യാറാക്കാം. സാധാരണ ചെറിയ അയില നമ്മൾ തേങ്ങ പച്ച അരച്ചൊക്കെയാണ് വെക്കുന്നത്. അങ്ങനെ വെച്ചാലും ഒരു മധുരിപ്പ് പോലെ തോന്നും. അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനിയും വേണം ഈ തവ നമുക്ക് സ്റ്റൗവിൽ വെക്കാൻ. സ്റ്റൗവിൽ വെക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്. സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഈ എണ്ണയൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ചതച്ച ചുവന്നുള്ളി ചേർക്കാം. 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കുക. നന്നായി ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു കുറച്ച് പിഴുപുളി വേണം. അത് മീനിൻ്റെ അളവിനനുസരിച്ചുള്ള പിഴുപുളി പിഴിഞ്ഞ് ഈ കൂട്ടിലേക്ക് ഒഴിക്കുക. മീനിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഈ അരപ്പ് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയില ഇതിലേക്ക് നിരത്തി കൊടുക്കുക. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കരുത്, നിരത്തി തന്നെ വെക്കുക. നമ്മൾ മീൻ വറക്കാൻ ഇടുന്ന പോലെ തന്നെ നിരത്തി വെച്ച് ഒരു മൂടി കൊണ്ട് ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുമ്പോൾ മീനിൻ്റെ ഒരു വശം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനുകളെല്ലാം തിരിച്ചിടാം. തിരിച്ചിട്ട് വീണ്ടും ഇത് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഗ്രേവി ആവശ്യമായിട്ടുള്ളവർക്ക് ഈ ഗ്രേവി പറ്റിക്കേണ്ട, ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. എനിക്ക് ഗ്രേവി അത്ര ഇതല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് ഫ്രൈ ആക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ അല്ല, ഒരുവിധം ഒന്ന് ആ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. വളരെ രുചിയായിട്ടുള്ളൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൻ്റെ ആ പുളിയും ഉപ്പും എല്ലാം കൂടെ ചേരുമ്പോൾ. അപ്പോൾ നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കുക, വളരെ ടേസ്റ്റാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ.